ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടി അദ്ദേഹത്തോടൊപ്പം സഈന് പ്രായമായപ്പോൾ ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയുള്ള ഒരു ബാലനായി മാറിയപ്പോൾ കാല ഇബ്രാഹിം അലൈഹിസ്സലാം മോനോട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പാടെ പുന്നാര മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, മോനെ നിന്നെ അറുക്കുന്നതായി വാപ്പ സ്വപ്നം കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്, മോനെ എന്താ നിന്റെ അഭിപ്രായം, നിന്നെ അറുക്കണമെന്ന് പടച്ചോൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുഅ്മർ, പടച്ചോൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോളി എന്നാ ഒരു കുഞ്ഞ് പറഞ്ഞത്. അങ്ങനെ അറുക്കാൻ തയ്യാറാവുകയാണ്. അതിന് പോലും എന്റെ കുഞ്ഞിനേക്കാൾ എനിക്ക് വലുത് റബ്ബാണ് എന്ന് ആ പരീക്ഷയിൽ പോലും അല്ലാഹു തആല പറഞ്ഞു, രണ്ടുപേരും പൂർണ്ണമായി മുസ്ലിമായപ്പോൾ, അതാണ് ഇസ്ലാം. അവര് മുസ്ലിമാണെന്ന് തെളിയിച്ചു. മുസ്ലിമാണെന്ന് തെളിയിക്കല് മുസ്ലിം കുടുംബത്തില്, മുസ്ലിം മഹല്ലില്, മുസ്ലിം തറവാട്ടിൽ അംഗമാകലല്ല, പടച്ചോന്റെ കൽപ്പനയെ അനുസരിക്കാൻ റബ്ബേ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ. ഫലമ്മ അസ്ലമ, രണ്ടുപേരും മുസ്ലിമായപ്പോൾ, ഇവിടെ നിസ്കരിച്ചോ, നോമ്പാണോ, ഒന്നുമല്ല, അല്ലാഹ് പറഞ്ഞതൊക്കെ അനുസരിക്കാൻ ഞാൻ റെഡിയാണ്, സന്നദ്ധനാണ് എന്ന് തെളിയിച്ചു. അതന്നെയാണ് ഇസ്ലാം. അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമേ അസ്ലിം, നീ മുസ്ലിമാവുക. നമ്മൾ മുസ്ലിമായതുപോലെയല്ല, സമ്പൂർണമായി നിന്റെ ജീവിതം മുഴുവനും റഹ്മാനായ റബ്ബിന് വേണ്ടി, നിന്റെ നാഥന് വേണ്ടി സമർപ്പിക്കുക ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു റബ്ബേ ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച നാഥ നിനക്ക് മുന്നിൽ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. അതാണ് മുസ്ലിം. ഇവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ എന്ന് പറഞ്ഞാൽ അറുക്കാൻ വാപ്പയും അതിന് കിടന്നു കൊടുക്കാൻ മകനും ഒരുക്കമാണെന്ന് കണ്ടപ്പോ ഖദ് സദ്ദഖ്ത റുഅയ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ വിജയിച്ചടാ. ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാകേണ്ട രംഗമാണത്.